നമസ്കാരം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഡ് എന്ന് പറഞ്ഞ വേർഡിനെ പറ്റിയാണ്. ഡിഡ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതേപോലെ ഡിഡ് എന്ന് പറയുന്നത് ഡൂവിൻ്റെ ഡസിനെ പാസ്റ്റ് ടെൻസ് ആണ്. അതേപോലെ തന്നെ ഡിഡിനും ഡൂവിനും ഡസിനും ഏകദേശം ഒരേ അർത്ഥമാണുള്ളത്. അതായത് എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനെയോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിഡ്, ഡൂവ്, ഡസ് എന്നീ മൂന്ന് വേർഡുകൾ ഉപയോഗിക്കുന്നത്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡിഡ് പാസ്റ്റ് ടെൻസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ എൻ്റെ ചെറിയൊരു ഗ്രാമാറ്റിക് സെക്ഷൻ എന്തെന്ന് വെച്ചാൽ, ഡിഡ് വരുന്ന സെൻറ്റൻസുകളിൽ മെയിൻ വെർബിൻ്റെ കൂടെ, ആ സെൻറ്റൻസിലുള്ള മെയിൻ വെർബിൻ്റെ കൂടെ ഇ അല്ലെങ്കിൽ ഡി കാണത്തില്ല. അതായത് മെയിൻ വെർബിൻ്റെ കൂടെ നോർമലായിട്ട് ഇ അല്ലെങ്കിൽ ഡി കാണാറുണ്ട്, അത് കാണത്തില്ല. അതേപോലെ തന്നെ നമ്മൾ ഡിഡിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് നമ്മൾ കിടക്കുമ്പോൾ ഇതൊരു ഡിഡിൻ്റെ എപ്പിസോഡായിട്ട് മാത്രം എടുക്കാതെ ഇതൊരു ഡെയിലി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് വേർഡിൻ്റെ ക്ലാസ്സായിട്ട് എടുക്കുക. കാരണം എല്ലാ വേർഡുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ സെൻറ്റൻസുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡെയിലി സംസാരിക്കുന്ന വേർഡുകളാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക, സീരിയസ് ആയിട്ട് എടുക്കുക. സോ നമുക്ക് ഡയറക്റ്റ് വേർഡ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തത്, വാട്ട് ടൈം ഡിഡ് യുവർ ഫ്രണ്ട് ഗോ ടു ഹോം? വാട്ട് ടൈം ഡിഡ് യുവർ ഫ്രണ്ട് ഗോ ടു ഹോം? അതായത് തൻ്റെ സുഹൃത്ത് എപ്പോഴാണ് വീട്ടിലോട്ട് പോയത്? ഇത് ഏകദേശം നടന്ന കാര്യമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് വീട്ടിൽ പോയതിന് ശേഷം ചോദിക്കുകയാണ്, വേറൊരാൾ ചോദിക്കുകയാണ്, വാട്ട് ടൈം ഡിഡ് യുവർ ഫ്രണ്ട് ഗോ ഹോം? വാട്ട് ടൈം ഡിഡ് യുവർ ഫ്രണ്ട് ഗോ ഹോം? എപ്പോഴാണ്, ഏത് സമയത്താണ് തൻ്റെ ഫ്രണ്ട് വീട്ടിലോട്ട് പോയിരിക്കുന്നത്? വാട്ട് ടൈം എന്ന് വെച്ചാൽ ഏത് സമയത്ത്, ഡിഡ് യുവർ ഫ്രണ്ട് എന്ന് വെച്ചാൽ സുഹൃത്ത്, ഹോം എന്ന് വെച്ചാൽ വീട്ടിലോട്ട്. വാട്ട് ടൈം ഡിഡ് യുവർ ഫ്രണ്ട് ഗോ ഹോം? തൻ്റെ സുഹൃത്ത് എപ്പോഴാണ് വീട്ടിലോട്ട് പോയത് എന്നാണ് അർത്ഥം. അടുത്തത്, വെൻ ഡിഡ് യു സ്റ്റാർട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്? വെൻ ഡിഡ് യു സ്റ്റാർട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ, ഇവനെന്ന് വെച്ചാൽ എപ്പോൾ, ഡിഡ് യു സ്റ്റാർട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ എപ്പോഴാണ് താൻ ഇംഗ്ലീഷ് പഠിക്കുവാൻ തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. വെൻ ഡിഡ് യു സ്റ്റാർട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്? താൻ എപ്പോഴാണ് ഇംഗ്ലീഷ് പഠിക്കുവാൻ തുടങ്ങിയെന്നാണ് അർത്ഥം. അടുത്തത്, ഡിഡ് എനി വൺ കാൾ മീ വൈൽ ഐ വാസ് ഔട്ട്? ഡിഡ് എനി വൺ കാൾ മീ വൈൽ ഐ വാസ് ഔട്ട്? ഞാൻ പുറത്തായിരുന്ന സമയത്ത് ആരെങ്കിലും എന്നെ വിളിച്ചായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഡിഡ് എനി വൺ കാൾ മീ വൈൽ ഐ വാസ് ഔട്ട്? ഇവിടെ വൈൽ വന്നേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. വൈൽ രണ്ട് സെൻറ്റൻസിനെ യോജിപ്പിച്ചേക്കുന്നതാണ്. വൈലിൻ്റെ ഒരു ഫങ്ഷൻ അതാണ്, വൈലിൻ്റെ ഉപയോഗം അതാണ്. അതായത് രണ്ട് വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ആശയം നിങ്ങൾക്ക് പിടികിട്ടുന്നു വിശ്വസിക്കുന്നു. ഡിഡ് എനി വൺ കാൾ മീ വൈൽ ഐ വാസ് ഔട്ട്? അതായത് ഞാൻ പുറത്ത് പോയിരുന്ന ആ നേരത്തെ സമയത്ത് നിന്നൊക്കെയാണ് ഇവിടെ വൈലിന് അർത്ഥം വന്നിരിക്കുന്നത്. സോ എനിവൺ എന്ന് വെച്ചാൽ ആരെങ്കിലും എന്നാണ് അർത്ഥം. ഡിഡ് എനിവൺ കാൾ മീ വൈൽ ഐ വാസ് ഔട്ട്? ഔട്ട് എന്ന് വെച്ചാൽ പുറത്ത് പോയിരുന്ന സമയത്ത്. ഇവിടെ നമ്മൾ പുറത്ത് പോയിരുന്ന സമയത്ത് അങ്ങനെയൊന്നും ഇംഗ്ലീഷിലില്ല, എഴുതിയിട്ടില്ല. പക്ഷേ നമ്മൾ ആശയപരമായിട്ട് മനസ്സിലാക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് നോർമലായിട്ട് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ പറയുന്ന മലയാള അർത്ഥങ്ങൾ ചിലപ്പോൾ അച്ചടി ഭാഷയിലായിരിക്കും, എൻ്റെ നാട്ടിലെ ഭാഷയിലായിരിക്കാം. നിങ്ങൾ അങ്ങനെ എടുക്കരുത്. നിങ്ങളുടെ നാട്ടിലെ ആ നേറ്റീവ് മലയാളം കാണുമല്ലോ, ആ ഒരു ആശയത്തിലും അർത്ഥത്തിലും വേണം എടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന സെൻറ്റൻസുകൾ ആശയപരമായിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കത്തുള്ളൂ. സോ നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഡിഡ് യു ഡബിൾ ചെക്ക് ദിസ് ഫിഗേഴ്സ്? ഇത് വേറൊരു ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ ആരുടെ കയ്യിലെങ്കിലും എന്തെങ്കിലും നോട്ട് കെട്ടുകൾ എണ്ണാനോ കൊടുത്താലോ അത് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പർ ചെക്ക് ചെയ്യാനോ കൊടുത്താൽ നമ്മൾ പറയത്തില്ലേ, ആ നമ്പേഴ്സ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക, അതായത് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അതേ ഒരു മീനിങ് ആണ് ഇവിടെ. ഡിഡ് യു ഡബിൾ ചെക്ക് ദിസ് ഫിഗേഴ്സ്? താനത് ഡബിൾ ചെക്ക് ചെയ്തായിരുന്നോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാളുടെ നമ്പർ എടുക്കാൻ കൊടുത്ത് നമ്മൾ കൺഫേം ചെയ്യുകയാണ്, ഉറപ്പിക്കുകയാണ്. ഡിഡ് യു ഡബിൾ ചെക്ക് ദിസ് ഫിഗേഴ്സ്? താൻ ആ നമ്പറുകൾ ഡബിൾ ചെക്ക് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നടന്നായിരുന്നു എന്നൊക്കെ ഉള്ളൊരു ആശയമാണ് ഇവിടുത്തെ എല്ലാ സെൻറ്റൻസുകളിലും വരുന്നത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഡ് എന്നുള്ള വേർഡാണ്. ഡിഡ് വെച്ച് വരുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ, അതായത് പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഡിഡ് യു എൻജോയ് യുവർ വിൻ്റർ ഹോളിഡേയ്സ്? ഹോളിഡേ കഴിഞ്ഞ് വന്ന ഒരാളോട് അദ്ദേഹത്തിന് സുഹൃത്ത് ചോദിക്കുകയാണ്, ഡിഡ് യു എൻജോയ് യുവർ വിൻ്റർ ഹോളിഡേ? തങ്ങളുടെ വിൻ്റർ ഹോളിഡേ എന്ന് വെച്ചാൽ ശീതകാലം എന്ന് വെച്ചാൽ തണുപ്പ് സമയത്ത് ഹോളിഡേക്ക് പോയിട്ട് വന്ന ആൾക്കാരോട് ചോദിക്കുകയാണ്, ഡിഡ് യു എൻജോയ് യുവർ വിൻ്റർ ഹോളിഡേ? തങ്ങളുടെ ഹോളിഡേ, അതായത് ഹോളിഡേ എന്ന് വെച്ചാൽ അവധിക്കാലം എൻജോയ് ചെയ്തായിരുന്നു. ഡിഡ് യു എൻജോയ് യുവർ എന്ന് വെച്ചാൽ നിങ്ങളുടെ അവധിക്കാലം എൻജോയ് ചെയ്തായിരുന്നു എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഡിഡ് യു എൻജോയ് യുവർ വിൻ്റർ ഹോളിഡേയ്സ്? അടുത്തത്, ഡിഡ് യു ഹിയർ ദ ന്യൂസ് ഓൺ ദ റേഡിയോ? ഡിഡ് യു ഹിയർ ദ ന്യൂസ് ഓൺ ദ റേഡിയോ എന്ന് വെച്ചാൽ റേഡിയോയിലുള്ള ന്യൂസ് താങ്കൾ കേട്ടോ എന്നാണ്. ഹിയർ എന്ന് വെച്ചാൽ കേട്ടോ, ന്യൂസ് എന്ന് വെച്ചാൽ വാർത്ത. ഡിഡ് യു ഹിയർ ദ ന്യൂസ് ഓൺ ദ റേഡിയോ? റേഡിയോയിലുള്ളത്. ഡിഡ് യു ഹിയർ ദ ന്യൂസ് ഓൺ ദ റേഡിയോയിലുള്ള ന്യൂസ് താങ്കൾ കേട്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് നോക്കാം. ഡിഡ് ഹീ സേ എനിത്തിങ് അബൌട്ട് ഇറ്റ് ടു യു? എന്ന് വെച്ചാൽ അവൻ തന്നോട് അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞായിരുന്നുവെന്ന്. അത് ഹീ എന്ന് വെച്ചാൽ അവന്, സേ പറഞ്ഞായിരുന്നു. എനിത്തിങ് എന്ന് വെച്ചാൽ എന്തെങ്കിലും സൂചന, അബൌട്ട് ഇറ്റ് അതിനെക്കുറിച്ച്. ഡിഡ് ഹീ സേ എനിത്തിങ് അബൌട്ട് ഇറ്റ്? ഇത് അതിനെക്കുറിച്ച് തന്നോട് പറഞ്ഞായിരുന്നു. ഡിഡ് ഹീ സേ എനിത്തിങ് അബൌട്ട് ഇറ്റ് ടു യു?
തന്നോട് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, ഇന്ന കാര്യം മറ്റേ കാര്യം നമ്മൾ മലയാളം സംസാരിക്കില്ല, ആ കാര്യം തന്നോട് പറഞ്ഞായിരുന്നു എന്നുള്ള ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ്. ഡിഡ് ഹീ സേ എനിത്തിങ് അബൌട്ട് ഇറ്റ് യു, അവൻ തന്നോട് അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഐ കനോട്ട് ബിലീവ് യു ഡിഡിൻറ്റ് സീ ഹിം. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നീ അവനെ കാണാഞ്ഞത് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം രണ്ടുപേരും കൂടി എവിടെയോ ഫംഗ്ഷനോ വല്ല പോയതായിരിക്കും, എന്തെങ്കിലും മറ്റൊരാളുടെ ഫേവറേറ്റ് പേഴ്സൺ ആയിരിക്കാം. മറ്റേ ആൾ പറയുകയാണ്, ഐ കനോട്ട് ബിലീവ് യു ഡിഡിൻറ്റ് സീ ഹിം. താൻ അവനെ കാണാത്തത് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ചിലപ്പോൾ ആ വ്യക്തി അവിടെ ഓപ്പണായിട്ട് എല്ലാവരും കാണാവുന്ന ഒരു രീതിയിൽ ഇന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും, പക്ഷേ തൻ്റെ സുഹൃത്ത് കണ്ടില്ല. അപ്പോൾ മറ്റേ സുഹൃത്ത് പറയുവാണ്, ഐ കനോട്ട് ബിലീവ് യു ഡിഡിൻസ്. ഞാൻ ഡിഡ് നോട്ട് എന്ന് പറയുന്നില്ല, കാരണം ഡിഡ് നോട്ട് നമുക്ക് ഡിഡിൻ്റെ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. നമ്മൾ പറഞ്ഞ് ശീലിക്കും, ഡിഡിൻ്റെ നിന്ന് പറഞ്ഞ് ശീലിക്കണം, കുറച്ച് നാച്ചുറലായിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി. ഐ കനോട്ട് ബിലീവ് യു ഡിഡിൻറ്റ് സീ ഹിം. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല താൻ അവനെ കാണാഞ്ഞത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, ആശയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഹീ ഡിഡ്. അത് സത്യമാണ്, അവനാണത് ചെയ്തതെന്നാണ് അർത്ഥം. ഇവിടെ ഡിഡിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്തോ കാര്യം ചെയ്തു എന്നാണ്. ഇറ്റ് ഈസ് ട്രൂ, അത് സത്യമാണ്, ഹീ ഡിഡ് ഇറ്റ്. നമ്മൾ സാധാരണ പറയത്തില്ല അത് സത്യം, അവനത് ചെയ്തത് എന്ന് പറയത്തില്ല. ആ സെയിം അർത്ഥമാണ് ഇവിടെ ഉള്ളത്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഹീ ഡിഡ് ഇറ്റ്. ഇറ്റ് ഈസ് ട്രൂ, അത് സത്യമാണ്, അവനത് ചെയ്തതെന്നാണ് ഇവിടെ അർത്ഥം. അടുത്ത നമുക്ക് നോക്കാം. ഹൗ ഡിഡ് യു ഗെറ്റ് ടു ദ സ്റ്റേഡിയം. താൻ എങ്ങനെ ആ സ്റ്റേഡിയത്തിൽ എത്തിയെന്ന്. ഇവിടെ ഗെറ്റിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ ഗെറ്റിന് പല അർത്ഥമാണുള്ളത്. സെൻറ്റൻസ് വെച്ച് അതിന് അർത്ഥം മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഗെറ്റിൻ്റെ അർത്ഥം എത്തിച്ചേർന്നു, അറൈവ് ചെയ്തു എന്നൊരു അർത്ഥമാണ്. അവിടെ എത്തി എന്നുള്ളൊരു അർത്ഥമാണ്. ഹൗ ഡിഡ് യു, എങ്ങനെയാണ് നീ ആ സ്റ്റേഡിയത്തിൽ എത്തിയെന്നാണ് ഈ ക്വസ്റ്റിൻ്റെ അർത്ഥം. ഹൗ ഡിഡ് യു ഗെറ്റ് ദ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിൽ പോയ ഒരാളോട് ചോദിക്കുകയാണ്, നീ എങ്ങനെ ആ സ്റ്റേഡിയത്തിൽ എത്തിയത്. എന്തെങ്കിലും തിരക്കായിരിക്കാം, ചിലപ്പോൾ ബിസി ട്രാഫിക് ആയിരിക്കും, പക്ഷേ അദ്ദേഹം അവിടെ എത്തി. മറ്റേ ആൾ ചോദിക്കും, ഹൗ ഡിഡ് യു ഗെറ്റ് ദ സ്റ്റേഡിയം. താൻ എങ്ങനെ ആ സ്റ്റേഡിയത്തിൽ എത്തിപ്പെട്ടത് അല്ലെ എത്തിയതെന്നാണ് അർത്ഥം. ഇവിടെ ഗെറ്റിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹൗ എന്ന് വെച്ചാൽ എങ്ങനെ. ഹൗ ഡിഡ് യു ഗെറ്റ് ദ സ്റ്റേഡിയം. താൻ എങ്ങനെ ആ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നതെന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അടുത്തത്, വി കുഡ് ഗോ ഔട്ട് ടുഗദർ ലൈക്ക് വി ഡിഡ് ലാസ്റ്റ് ഇയർ. നമുക്ക് ഒരുമിച്ച് പുറത്ത് പോയി, നമ്മൾ കഴിഞ്ഞ വർഷം പുറത്ത് പോയതിനോട് നമുക്ക് ഈ വർഷം ഒരുമിച്ച് പുറത്ത് പോകാമെന്ന് ഒരു സുഹൃത്തിനോട് പറയുവാണ്. ചിലപ്പോൾ ടൂർ ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം, ഹോളിഡേ ആയിരിക്കാം. വി കുഡ് ഗോ, നമുക്ക് പോകാൻ പറ്റും. വി കുഡ് ഗോ ഔട്ട് ടുഗദർ, നമുക്ക് പുറത്ത് ടൂറിന് എന്തെങ്കിലും പ്ലാനിങ് ആയിരിക്കാം. വി കുഡ് ഗോ ഔട്ട് ടുഗദർ ലൈക്ക് വി ഡിഡ് ലാസ്റ്റ് ഇയർ. നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മൾ ചെയ്തതിൻ്റെ കൂട്ട്, നമ്മൾ പോയതിൻ്റെ കൂട്ടാണ് ഇവിടെ ഡിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ലൈക്ക് ഇവിടെ വന്ന് കണ്ടില്ല. ലൈക്ക് ഇവിടെ രണ്ട് സെൻറ്റൻസിന് അതേപോലെ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ എന്നാണ് ഈ ലൈക്കിൻ്റെ ഇവിടുത്തെ അർത്ഥം. ലൈക്കിനും നമുക്ക് ഡയറക്റ്റ് ഇംഗ്ലീഷ് ലൈക്ക് വേർഡിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ, എന്താ ഇഷ്ടമെന്നാണ്. പക്ഷേ ഇവിടെ ആ ഇഷ്ടമെന്നുള്ള ഉദ്ദേശിക്കുന്നത്, ഇവിടെ ലൈക്കിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ യോജിപ്പിക്കുക, ആ സെൻറ്റൻസുകളെ യോജിപ്പിക്കുക. അതേപോലെ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ എന്നുള്ള മീനിങ്ങാണ് ഇവിടെ ലൈക്ക് വരുന്നത്. വി കുഡ് ഗോ, ഈ ലൈക്ക് ഇതേപോലത്തെ ആശയം ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് അല്ല, ഇവിടെ ലൈക്കിൻ്റെ ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. ഇവിടെ നമുക്ക് നോക്കാം, വി കുഡ് ഗോ ഔട്ട് ടുഗദർ ലൈക്ക് വി ഡിഡ് ലാസ്റ്റ് ഇയർ. വി കുഡ് ഗോ, അതായത് നമുക്ക് ലാസ്റ്റ് ഇയറിൽ പുറത്ത് പോയതിൻ്റെ കൂട്ടി ഈ വർഷം പുറത്ത് പോകാമെന്നാണ് പറയുന്നത്. വി കുഡ് ഗോ, പോകാൻ പറ്റും, പോകാം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ വി കുഡ് ഗോ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വി എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത് നമുക്ക് നോക്കാം. ഡിഡ് യു എൻജോയ് യുവർ ഹോളിഡേ എന്ന് വെച്ചാൽ തൻ്റെ ഹോളിഡേ താൻ എൻജോയ് ചെയ്തായിരുന്നോ. ഡിഡ് യു എൻജോയ് യുവർ ഹോളിഡേ. ഡിഡ് യു എൻജോയ് എന്ന് വെച്ചാൽ എൻജോയ് ചെയ്തെന്ന് വെച്ചാൽ സന്തോഷിച്ച, നല്ല സന്തോഷകരമായിരുന്നു ആണ് അർത്ഥം. ഡിഡ് യു എൻജോയ് യുവർ ഹോളിഡേ, തൻ്റെ ഹോളിഡേ താൻ എൻജോയ് ചെയ്തോ. ഹോളിഡേ പോയി വന്ന ഒരാളോട് മറ്റൊരാൾ ചോദിക്കുകയാണ്. അടുത്ത് നമുക്ക് നോക്കാം, വാട്ട് ഡിഡ് യു ഡു ഓൺ യുവർ ഹോളിഡേ. തൻ്റെ വെക്കേഷനിൽ താൻ എന്താ ചെയ്തതെന്ന്. വാട്ട് ഡിഡ് യു ഡു ഓൺ യുവർ വെക്കേഷനും ഹോളിഡേ സെയിം അർത്ഥമാണുള്ളത്. ഹോളിഡേ ആണ്, അവധിക്കാലം, ആ ഒരു ഇതാണ്. സോ വാട്ട് ഡിഡ് യു ഡു ഓൺ യുവർ വെക്കേഷൻ, തൻ്റെ അവധിക്കാലത്ത് താൻ എന്താ ചെയ്തതെന്ന് മറ്റൊരാളോട് ചോദിക്കുകയാണ്. വാട്ട് ഡിഡ് യു ഡു ഓൺ യുവർ വെക്കേഷൻ, തൻ്റെ അവധിക്കാലത്ത് താൻ എന്താ ചെയ്തതെന്ന് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ടെൽ മീ വാട്ട് യു ഡു ഓൺ യുവർ ഹോളിഡേയ്സ്. ഇതും അതേ അർത്ഥം തന്നെയാണ് ഉള്ളത്. ടെൽ മീ, എന്നോട് പറഞ്ഞാലും അങ്ങനെ പറയുവാണ്. ടെൽ മീ വാട്ട് യു ഡിഡ് ഓൺ യുവർ ഹോളിഡേ, തൻ്റെ ഹോളിഡേ താൻ എന്താ ചെയ്യുന്നത് എന്നോടൊന്ന് പറഞ്ഞാലും. ടെൽ മീ വാട്ട് യു ഡിഡ് ഓൺ യുവർ ഹോളിഡേ, തൻ്റെ ഹോളിഡേ താൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എന്നോടൊന്ന് പറഞ്ഞാലും എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്തത്, ഐ ഡിഡ് നത്തിങ് ഡ്യൂറിങ് ദ ഹോളിഡേ. അപ്പോൾ പുള്ളി തിരിച്ച് പറയും, ഐ ഡിഡ് നത്തിങ് ഡ്യൂറിങ് ദ ഹോളിഡേ. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്ന് പറയുകയാണ്. ഐ ഡിഡ് നത്തിങ് എന്ന് വെച്ചാൽ ഒന്നും. ഡ്യൂറിങ് ദ ഹോളിഡേ, ഐ ഡിഡ് നത്തിങ് ഡ്യൂറിങ് ദ ഹോളിഡേയ്സ്.
സോ ഇന്നത്തെ എപ്പിസോഡിലെ സെൻറ്റൻസുകൾ ഇത്രയുമേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ സെൻറ്റൻസുകൾ കവർ ചെയ്യാം. സോ ഈ സെൻറ്റൻസുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. സോ ഇതൊക്കെ റിവൈസ് ചെയ്യുക. ഇതൊക്കെ റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഇംഗ്ലീഷുമായിട്ട് കൂടുതൽ അറ്റാച്ച് ആകത്തുള്ളൂ. ഇത് പേപ്പറിൽ എഴുതി വെക്കുക, നിങ്ങൾ റിവൈസ് ചെയ്യുക, പറയുക. അപ്പോൾ ഈ സെൻറ്റൻസുകളും ഇതിൻ്റെ ആശയങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ പതിയുന്നതായിരിക്കും. സോ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.